ഹലോ, കെ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു കുക്കിംഗ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ നമ്മളിന്ന് ചിക്കൻ കറി ആക്കുന്നുണ്ടെന്ന്. അപ്പോൾ ചിക്കൻ കറിയും അതിൻ്റെ കൂടെ നമ്മൾ വാട്ടുകപ്പയാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചപ്പാത്തിയും ചിക്കനും ആക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിനി. പിന്നെ നമ്മൾ പറഞ്ഞ് കപ്പയും ചിക്കനും ആക്കിയാലോ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ പൃഥ്വിയേട്ടൻ എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ വാട്ടുകപ്പയാക്കാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാ. നല്ല മഴയല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു എപ്പോഴും ചോറല്ലേ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ, നമുക്ക് കപ്പയും ചിക്കനും ആക്കാന്ന്. അങ്ങനെ വാട്ടുകപ്പ അപ്പുറത്ത് അമ്മ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു, വാട്ടുകപ്പ ആക്കുന്നതെല്ലാം. അപ്പം അമ്മേൻ്റെ അടുക്കുന്ന അമ്മ കപ്പ കൊണ്ട് തന്നു. എന്നിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് വേവിച്ചിട്ട് എല്ലാം ചതച്ചിട്ടിട്ട് കപ്പയാക്കണം. പിന്നെ ചിക്കൻ കറി. അപ്പോൾ ചിക്കൻ കറി പൃഥ്വിയേട്ടനാണ് വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വെക്കുന്നത് എന്നൊന്നും അറിയില്ല കേട്ടോ. അമ്മ ഉള്ളിയെല്ലാം മുറിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് വെക്കുന്നത് എന്ന് പൃഥ്വിയേട്ടൻ വന്നിട്ട് വെക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം എന്തായാലും ഞാൻ വേഗം കപ്പ വെക്കാൻ വേണ്ടി നോക്കട്ടെ. കപ്പ അമ്മ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വേവുന്ന കപ്പയാണ്. അതുകൊണ്ട് തന്നെ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നല്ലോണം ഇങ്ങനെ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു പിന്നെ ഇതുണ്ടാ നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. അത്രക്ക് സോഫ്റ്റാണ് ഈ കപ്പ. അപ്പോൾ ഇതിനൊരു അമ്മയെല്ലാം പറഞ്ഞ് ഇത് വേഗം വേവുന്നതാണ്. അപ്പോൾ എന്തായാലും കുക്കറിൽ വെക്കുന്നില്ല കേട്ടോ. എന്തായാലും നമുക്കല്ലാണ്ട് ഒന്ന് പതപ്പിച്ച് ഊറ്റുക, അപ്പം തന്നെ വേഗം വെന്ത് കിട്ടുമായിരിക്കും. അപ്പോൾ അമ്മയുടെ ഉള്ളിയെല്ലാം മുറിച്ചിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പം പൃഥ്വിയേട്ടനെ വിളിക്കണം, എന്നിട്ട് ചിക്കൻ കറി ആക്കണം. അപ്പോൾ എന്തായാലും മതി. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണ്ടല്ലോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പൃഥ്വിയേട്ടൻ പേസ്റ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വൃത്തിയാക്കണ്ട. അപ്പോൾ എന്തായാലും വേഗം കപ്പ വേവിക്കാൻ വെക്കട്ടെ. കപ്പ വേവിക്കാൻ വെക്കുന്നതിന് മുന്നേ ചിക്കൻ മസാല പുരട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ പൃഥ്വിയേട്ടൻ നല്ല ചെറുതായിട്ട് മുറിച്ച് നല്ല വൃത്തിയിൽ കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ടെടുത്തു. പിന്നെ അതേപോലെ ആവശ്യത്തിനുള്ള മുളക് പൊടി, നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മക്കൾക്ക് കൂട്ടേണ്ടതല്ലേ, അതുകൊണ്ട് ഒരുപാട് എരിവാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കാശ്മീരി മുളക് പൊടിയാണ് പൃഥ്വിയേട്ടന് ഇട്ട് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ പൃഥ്വിയേട്ടനാണ് കുക്ക് ചെയ്യുന്നതെങ്കിലും നിങ്ങൾ വോയിസ് മൊത്തം കേൾക്കുന്നത് എൻ്റെ തന്നെ ആയിരിക്കും കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ പൃഥ്വിയേട്ടൻ അങ്ങനെ സംസാരിക്കൂല വീഡിയോ എടുക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ വോയിസ് ഓവർ കൊടുക്കണം. പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ എന്തോ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാണ്ട് കുക്ക് ചെയ്യുമ്പോൾ ഒന്നും അങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഫുള്ള് നിങ്ങൾ എൻ്റെ സൗണ്ട് തന്നെ കേൾക്കേണ്ടി വരും. എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് ക്രമേണ പൃഥ്വിയേട്ടനെ മാറ്റി മാറ്റി കൊണ്ടുവരാം. ഇനിയുള്ള കുക്കിങ്ങിൽ പരമാവധി പൃഥ്വിയേട്ടനെ കൊണ്ട് സംസാരിപ്പിക്കാനെല്ലാം ശ്രമിക്കുക കേട്ടോ. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല, എന്നാലും നമുക്ക് പറഞ്ഞു നോക്കാം. പൃഥ്വിയേട്ടൻ ചെയ്യുന്ന റെസിപ്പിയിൽ പൃഥ്വിയേട്ടൻ തന്നെ സംസാരിക്കണം എന്ന് ഞാൻ പറഞ്ഞു നോക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം നല്ലോണം മസാല പുരട്ടിയിട്ട് നമ്മൾ കുറച്ച് സമയത്തേക്ക് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. പൃഥ്വിയേട്ടൻ സംസാരിക്കൂല എന്ന് പറഞ്ഞത് വീഡിയോക്ക് വേണ്ടി സംസാരിക്കൂല എന്നാണേ. കുക്ക് ചെയ്യുമ്പോൾ ഫുൾ എന്നോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അതെല്ലാം മ്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീഡിയോയിൽ ഒന്നും സംസാരിക്കുന്നില്ല എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഫുൾ ടൈം എന്നോട് വർത്തമാനം പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു കുക്ക് ചെയ്യുന്നുണ്ടായത്. ഇപ്പം കപ്പയെല്ലാം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഇത് പൊടിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അധികം കഴുകിക്കഴിഞ്ഞാൽ ഇത് പിന്നെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കണ്ടാ പൊടിയുന്ന കണ്ടാ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതിയാവും. അപ്പോൾ ഇതെന്തായാലും ഞാൻ വേറൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കപ്പയിലേക്ക് ആവശ്യമില്ല മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് തിളക്കട്ടെ. കപ്പ വന്നപാട് ഞാനിതാ വേറൊരു അരിപ്പ പാത്രത്തിലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതവിടെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം കറി വെക്കാനില്ലേ ഉരുളിയെല്ലാം പൃഥ്വിയേട്ടന് കഴുകി കൊടുത്തു. അപ്പോൾ പൃഥ്വിയേട്ടൻ കപ്പ വെന്തിട്ടുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് ഇനി ചിക്കൻ കറി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഞാനിങ്ങനെ അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ അത് ചൂടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യലാണേ. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടാവുന്നത് നോക്കി നിൽക്കുന്നതാണ് കേട്ടോ.
ഉരുളി ചൂടായ പാട് ഇതാ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ എണ്ണ ചൂടായ പാട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ ചിക്കൻ കറി വെക്കുന്നതെങ്കിൽ കടുക് ഇട്ട് കൊടുക്കുകയില്ല കേട്ടോ. ഹൃദയണ്ണായതുകൊണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോരാൾ ഓരോ സ്റ്റൈലിലാണ് വെക്കുക. ഞാൻ വെക്കുമ്പോൾ കടുക് പൊട്ടിക്കൂല, ഞാൻ ചിലപ്പോൾ തേങ്ങാക്കൊത്തൽ ഇട്ടിട്ട് വെക്കും. ഇതിപ്പം പ്രതിവേട്ടൻ്റെ സ്റ്റൈലിലാണ് കേട്ടോ വെക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തേങ്ങ അരച്ചിട്ടൊന്നല്ല, വെറുതെ ഒരു ചാറായിട്ടൊരു കറിയാണ് കേട്ടോ വെക്കുന്നത്. നിങ്ങളിൽ ഇതേപോലെ ഉണ്ടാക്കലുണ്ടാവും, എന്നാലും പ്രതിയായിട്ട് കുക്ക് ചെയ്യുമ്പോൾ എനിക്കത് സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ എടുക്കാം. നമുക്ക് വല്ലപ്പോഴും കിട്ടുന്നതല്ലേ, എപ്പോഴും നമ്മൾ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഇതേപോലെ പ്രതിയായിട്ടും അമ്മയെല്ലാം കുക്ക് ചെയ്ത് തരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പ്രതിയായിട്ടിന് അവിടെ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഞാൻ വേഗം കുറച്ച് കുരുമുളക് എടുത്തിട്ടൊന്ന് കുത്തുന്നുണ്ട് കേട്ടോ. കുത്തുന്ന പറഞ്ഞാൽ നമ്മൾ ഈ കല്ലുമ്മലിട്ട് ഇങ്ങനെ കുത്തി പൊടിക്കുന്നുണ്ട്. മിക്സിയിലിട്ടിട്ട് നല്ലോണം അങ്ങ് പൊടിച്ച് വെക്കലില്ല കേട്ടോ. നമുക്ക് എന്തിൻ്റെ അകത്തായാലും ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കുറച്ച് തരിതരിയോടെ ഇടുന്നതാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ട് വേഗം അവിടെ പൊടിച്ചു വെച്ചു. അപ്പോഴത്തേക്ക് നമ്മളെ ഉള്ളി ഇതാ നല്ലോണം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, നമ്മൾ നേരത്തെ ചിക്കൻ പെരക്കി വെക്കുമ്പം അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇപ്പം എല്ലാം ഈസി പണി തന്നെയാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വാങ്ങി വെക്കുന്നത് കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വൃത്തിയാക്കുന്ന പണിയില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയിട്ടാകുമ്പം അതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകമായിട്ട് ഇതായിട്ട് തക്കാളി ഉടച്ചുകൊണ്ട് വെക്കുവാണ്. അങ്ങനെ തക്കാളി ഒന്ന് ഉടഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു, കാശ്മീരി മുളക് പൊടിയാണ്. പിന്നെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ പൊടീൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഞാൻ കുറച്ച് സ്പീഡാക്കിയതാണ്, ഒരുപാട് ലെങ്ത്തായി പോവും, അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാനൊന്ന് സ്പീഡാക്കിയതാണ് കേട്ടോ. അങ്ങനെ ആ പൊടിയുടെ പച്ചമണമെല്ലാം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ ഞാനിതാ ഫ്രിഡ്ജിൽ നിന്ന് നേരത്തെ ചിക്കനെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിനി. അങ്ങനെ നമ്മളിനി ചിക്കൻ തട്ടിക്കൊടുക്കാൻ പോകുന്നു. നമ്മളല്ല, പ്രതിയാട്ടൻ പറയുമ്പോൾ നമ്മൾ നായിപ്പോന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ മസാല പുരട്ടി വെച്ച ചിക്കൻ അതിലേക്ക് തട്ടിക്കൊടുത്തിട്ട് നല്ലോണം ഇനി ഒന്ന് ഇളക്കിയെടുക്കുക. ആ മസാലയും ചിക്കനും എല്ലാം കൂടെ നല്ലോണം മിക്സ് ആവുന്നത് വരെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് സമയം അടച്ച് വെച്ച് വേവിച്ചാൽ ഇതിൻ്റെ അകത്ത് നിന്ന് തന്നെ തന്നാലെ വെള്ളം വരും കേട്ടോ. അപ്പോൾ പ്രതിയായിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാനാവില്ല കേട്ടോ. എൻ്റെ കൈക്ക് ഭയങ്കര വേദന വരും അന്നേരം. പ്രതിയായിട്ടിന് ഈ മിക്സിങ് പരിപാടി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അടച്ച് വെക്കാൻ പോവുകയാണ്. അങ്ങനെ ഇതാ അടച്ച് വെച്ചു. ഇനിയിപ്പോൾ അടന്ന് വേവട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് തുറന്ന് നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ആ നടുഭാഗത്തില്ലേ അടിക്ക് പിടിക്കും. അങ്ങനെ പ്രതിയായിട്ടിന് അടുപ്പിൻ്റെ അടുത്തുനിന്ന് മാറാണ്ട് ഇത് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനെന്തോ കോമഡി പറഞ്ഞിട്ട് ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഫുൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് കറീൻ്റെത്. അതുകൊണ്ട് ആ പരിസരം വിട്ട് എങ്ങോട്ടും മാറിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഇളക്കി നോക്കും, അല്ല തുറന്ന് നോക്കും, എന്നിട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ ഇതാ ചിക്കൻ കറീൻ്റെ അകത്ത് നിന്ന് ഒരുപാട് വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. ചിക്കൻ വേകുമ്പം അതിൻ്റെ അകത്തുനിന്ന് വെള്ളം വരും. ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലേ, എന്നാലും ഞാൻ വെറുതെ പറയുന്നതാണ് കേട്ടോ, എന്തെങ്കിലും ഇങ്ങനെ പറയണമല്ലോ. അങ്ങനെ ആ പ്രതിയാട്ടനൊന്നും മാറിയ സമയത്ത് ഞാനിതാ അടുപ്പിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഉപ്പും എരിവും എല്ലാം ഉണ്ടോ എന്നൊന്ന് നോക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നോക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഇതാ പ്രതിയാട്ടൻ എനിക്ക് വീഡിയോ എടുത്തിരുന്നതാണ്. വീഡിയോ എടുത്തിരുന്നതാണ് ഇതേപോലെ പ്രതിയാട്ടൻ ഫോൺ പിടിച്ച് ഇങ്ങനെ ഈ സെൽഫി ആയിട്ട് എടുക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ഇടയിൽ ഉപ്പ് നോക്കുന്നതാണ്. അപ്പോൾ ഉപ്പ് നോക്കിയാലും എനിക്ക് കുറച്ച് കുറവാണെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാനിത് നമ്മളെ കപ്പക്ക് ഇടാനില്ലേ അരപ്പ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ തേങ്ങയും മുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയുമാണ് ചതക്കുന്നത്. നമ്മളിതാ കപ്പയാക്കാൻ പോവാണ് കേട്ടോ. ഞാൻ വേവിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിങ്ങും കാര്യങ്ങളെല്ലാം പ്രതിയാടിനാണ് കേട്ടോ. പ്രതിയാടിനെല്ലാം മിക്സ് ചെയ്യാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അന്നത്തെ വീഡിയോ കണ്ടിട്ടില്ല, നെയ്ച്ചോറിൻ്റെ എല്ലാ സംഭവങ്ങളും ആക്കി കൊടുത്തു കഴിഞ്ഞാൽ മിക്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കപ്പ 2 കഷ്ണം നിലത്ത് പോയിട്ടുണ്ട്, അത് പൊറുക്കി തിന്നൂന്ന്. അപ്പോൾ ഇതാ അതിന് വേണ്ട തേങ്ങയും ഇതെല്ലാം ഞാൻ ചതച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്സിങ് നടക്കുന്നുണ്ട്. വാട്ടുകപ്പയാണ് കേട്ടോ. എനിക്ക് കുറച്ചും കൂടെ സാധാ നമ്മളെ പച്ചക്കപ്പയാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് പ്രതിയുടെ പീടിയേൻ്റെ അടുത്ത് പോയാലേ പച്ചക്കപ്പ ഉണ്ടായാലൂലെ,
2 കിലോ 50 രൂപക്ക് അവിടെ പീടികയിൽ വിൽക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പ്രതിയാട്ടം വാങ്ങാണ്ട് വന്നിനീന്ന്. ഇപ്പൊ നല്ല കപ്പയായിരിക്കും, പൊരിച്ചപാടില്ല കപ്പയാണെന്ന് പ്രതിയാട്ടം പറയും ചെയ്തിന്, പക്ഷെ വാങ്ങിയിട്ടില്ല. ദേവുനെ കൂട്ടാൻ പോയതാണ്. ഇന്ന് രാവിലെ ദേവുനി നന്ദൂനി സ്കൂളിൽ കൊണ്ടാക്കാൻ പോയിട്ട് വരുമ്പോ 500 രൂപ പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹെൽമെറ്റ് ബൈക്കിന് തന്നെ വെച്ചിട്ട് ഹെൽമെറ്റ് ഇടാണ്ട് മക്കളെ കൊണ്ടാക്കാൻ സ്കൂളിൽ പോയി. കറക്റ്റ് സ്കൂളിന്റെ മുന്നിൽ വണ്ടി നിർത്തലും പോലീസുകാർ മുന്നിലുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ ഒരു 500 പോയി കിട്ടി. പണിയൊന്നും ഇല്ലാത്ത സമയത്ത് നല്ല കാര്യം അല്ലേ, തിന്നാണ്ട് പിടിക്കാണ്ട് 500 പോയി കിട്ടി. അപ്പോൾ എൻ്റെ വർത്താനത്തിൻ്റെ ഇടയിൽ ഇതാ പൃഥ്വിയായിട്ടിനിടെ നമ്മളെ തേങ്ങയിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. കറി നമ്മൾ തീ കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത്, അതുകൊണ്ട് പേടിക്കണ്ട, അടിക്കൊന്നും പിടിക്കൊന്നുമില്ല. പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വാട്ടുകപ്പേൻ്റെ അകത്ത് കടലയെല്ലാം ഇട്ടിട്ട് വെക്കുക കേട്ടോ. അമ്മ അധികം ചായൻ്റെ അടിക്ക് കടല ഇട്ടിട്ട് വെക്കലുണ്ട് കേട്ടോ അപ്പുറത്ത്. എന്നിട്ട് ആക്കിച്ചാകുമ്പോൾ കൊണ്ടുതരലുണ്ട്. പക്ഷെ നമ്മളിന്ന് കടലയൊന്നും ഇടാണ്ട് നമ്മളെ സാധാ പച്ചക്കപ്പ വെക്കുന്ന പോലെയാണ് വെക്കുന്നത്. ഇപ്പം ഇതാ നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുഴഞ്ഞ് സെറ്റായിട്ടുണ്ട്. പൃഥ്വിയായിട്ടിന് ഇങ്ങനത്തെ തന്നെയാണ് വേണ്ടത്, പക്ഷെ കുറച്ചും കൂടെ പൊടിയാവണം അല്ലേ. ഷീക്കപ്പ ഇങ്ങനെ ആവൂല കേട്ടോ. കപ്പയിലെ അരപ്പല്ലിട്ടിട്ട് അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ കറി വാങ്ങിയിട്ട് വേണം ആ കപ്പ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് കടുകും കറിവേപ്പിലെല്ലാം വറുത്തിടാൻ. അപ്പോൾ പൃഥ്വിയായിട്ടിന് ഇതാ ചിക്കൻ വെന്തിട്ടുണ്ടോ നോക്കുവാന്ന്. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കഷ്ണം എടുത്തിട്ട് എനക്കും വെന്തോന്ന് നോക്കാൻ തന്നു. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ, പക്ഷെ നല്ലോണം വെന്തിട്ടുണ്ടായിനെ. നമ്മൾ തീ കുറച്ചിട്ട് കുറേ സമയമല്ലേ അടുപ്പത്ത് വെക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റെല്ലാം ഉണ്ട് കേട്ടോ. നല്ല കറക്റ്റ് ഉപ്പും എരിവും നല്ല കുരുമുളകിൻ്റെ ഫ്ലേവറും എല്ലാം നല്ലോണം കിട്ടുന്നുണ്ടായിനെ. ഇപ്പോൾ പ്രദീപേട്ടൻ സ്പെഷ്യൽ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് ചാറോടെയാണ് ആക്കിയിട്ട്, നമുക്ക് കപ്പ തന്നെ ചാറ് വേണമല്ലോ. ഇതാ നമ്മളിങ്ങനെ കുറച്ച് ചാറോടെയാണ് കേട്ടോ ആക്കീന്. ഇനിയിപ്പോൾ നമ്മളെ കപ്പയൊന്ന് ചൂട് കയറ്റിയിട്ട് അതിന് കടുകെല്ലാം ഒന്ന് വറുത്തിടണം. ഇപ്പോൾ കറി എന്തായാലും ഇവിടെ അടച്ചു വെക്കാം. ചിക്കൻ കറി ആയപ്പാട് ഞാനിതാ കപ്പ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പൃഥ്വിയായിട്ടൻ ഞാനാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അതിനും വന്നിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഇതേപോലെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് പൃഥ്വിയായിട്ടിന്. അതുകൊണ്ട് തന്നെ ഞാനും അങ്ങ് കൊടുക്കും. ഇഷ്ടപ്പെട്ട് വരുന്നതാണല്ലോ, അപ്പോൾ ചെയ്യട്ടെ എന്ന് വെച്ചിട്ട് കൊടുക്കും. ഇപ്പം പിന്നെ മഴക്കാലം ആയതുകൊണ്ട് പണിയൊന്നുമില്ലല്ലോ അങ്ങനെ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇതേപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. മീനെല്ലാം കൊണ്ട് അതിന് ഞാൻ മുറിക്കുമ്പോൾ എൻ്റെ അപ്പുറം വന്നിട്ട് വേഗം മീനെല്ലാം മുറിക്കാൻ കൂടും. നത്തലല്ലോ ഇല്ലേ കോപ്പ, അതെല്ലാം എൻ്റെ അപ്പുറം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കൂടുതലും ചെയ്യും കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ ശരിക്കും ഒരാഴ്ചയായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ രാവിലെ കായില്ലേ പച്ചക്കായ് മുറിച്ചിട്ട് വറവാക്കാൻ നോക്കുമ്പോൾ എന്നോട് പറഞ്ഞു ഞാനാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പൃഥ്വിയായിട്ടൻ തന്നെയാണ് കേട്ടോ അതാക്കിയത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പൃഥ്വിയായിട്ടിന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ സമയങ്ങളിലുമില്ല, ചില സമയത്ത് തോന്നിക്കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് നല്ല ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ ഇതാ വർത്തമാനത്തിൻ്റെ ഇടയിൽ നമ്മളെ കപ്പയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയെല്ലാം വറുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ഷെഫ് പ്രദീപൻ KP എല്ലാം ആക്കാൻ അറിയാം കേട്ടോ. പക്ഷേ ഇതേപോലെ വല്ലപ്പോഴും ഓരോ തോന്നൽ വന്നാൽ മാത്രമേ അടുക്കളയിൽ കയറുമല്ലോന്നേ ഉള്ളൂ. എല്ലാം അറിയലും ചെയ്യാം. അപ്പോൾ ചൂടോടെ തന്നെ തിന്നാലേ. അപ്പോൾ അമ്മക്ക് വേഗം കുറച്ച് കറി കൊണ്ട് കൊടുക്കട്ടെ. അപ്പുറത്ത് അമ്മക്ക് കപ്പ വേണ്ടി വരില്ല, കുറച്ച് ചിക്കൻ കറി കൊണ്ട് കൊടുത്തിട്ട് തരാം കേട്ടോ. അപ്പോൾ പൃഥ്വിയായിട്ടൻ ഇതാ കറിയും കൊണ്ട് അമ്മക്ക് കൊണ്ടു കൊടുക്കാൻ പോവാന്ന് കേട്ടോ. പിന്നെ തൊട്ട് മുന്നേ തന്നെയല്ലേ ഏട്ടമ്മയും ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടമ്മയും കറി വെച്ചിട്ട് അമ്മക്ക് കൊണ്ടു കൊടുത്തു, നമ്മളും കറി വെച്ചിട്ട് കൊണ്ടു കൊടുത്തേ. അപ്പോൾ ഇനിയിപ്പം വേഗം ഞാൻ പിള്ളേർക്കെല്ലാം ചോറോ കപ്പയോ എന്നാ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം കൊടുക്കട്ടെ കേട്ടോ. എല്ലാം വേഗം വിളമ്പി വെച്ച് പിന്നെ വേഗം കൊടുക്കാം. എന്നാ എന്നാ സമ്പ്രദായം അമ്മ സ്പെഷ്യൽ മീൻകറി കാണിച്ചു തരാം. അമ്മക്ക് ചിക്കൻ കറി കൊണ്ട് കൊടുക്കാൻ പോയാൽ അമ്മ തിരിച്ചിതാ മീൻകറി തന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. അയിലക്കറി, അമ്മയുടെ അയിലക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും കേട്ടോ അമ്മ മീൻകറി വെക്കുന്നതൊന്ന് വീഡിയോ എടുക്കണമെന്ന്. പക്ഷെ അമ്മ എപ്പോഴെങ്കിലും എല്ലാം വെക്കുക, ആ സമയത്ത് ഞാൻ ഫ്രീ ആയിരിക്കില്ല. എന്നാലും ഒരു സമയോട് പറഞ്ഞിട്ട് വീഡിയോ എടുക്കണം. അപ്പോൾ എന്തായാലും ഇനി വേഗം പിള്ളേർക്കെല്ലാം കൊടുക്കട്ടെ. നിങ്ങൾക്കും ആയാ എന്നാൽ പിള്ളേർക്ക് വേഗം കൊടുത്തിട്ടാകുമ്പോൾ നമ്മൾ കഴിക്കാം.
അപ്പോൾ ഇതെല്ലാമായിരുന്നു നമ്മളെ സ്പെഷ്യലി ചോറ്, പിന്നെ ഉച്ചക്കത്തെ ചെറുപയറും സിലോൺജീരിയും വറവാക്കിയത്, പിന്നെ പരിപ്പ് കറി, പിന്നെ ഇതാ സ്പെഷ്യൽ ചിക്കൻ കറിയും കപ്പയും, പിന്നെ അമ്മ തന്നെ നല്ല അയിലക്കറിയും. അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതാ മക്കൾക്ക് വേഗം ഫുഡ് കൊടുക്കുവാനേ. അപ്പോൾ നന്ദുവിൻ്റെ ദേവുവിൻ്റെയും കൂടെ ഒരാളും കൂടി ഉണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ ആമി സൗദിയിൽ നിന്ന് വെക്കേഷൻ ഇപ്പം വന്നതാണ് കേട്ടോ. വന്നിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം 1 മാസം ആയിട്ടുണ്ടാവും. പിന്നെ വീഡിയോയിൽ വന്നതിന് ശേഷം അങ്ങനെ ഏത് വീഡിയോയിൽ ആമീനെ കണ്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ആമി അമ്മേരെ വീട്ടിൽ പോയിട്ടുണ്ടായിനി. പിന്നെ വന്നതിന് ശേഷം ഞാൻ പിന്നെ കുക്കിംഗ് വീഡിയോയും അങ്ങനെയല്ലേ എടുത്തേ. അതുകൊണ്ട് നമുക്ക് ഏത് വീഡിയോയിൽ ആമീനെ കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും നമുക്ക് ആമീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആമീനോടും ഞാൻ പറഞ്ഞു ചിക്കനും കപ്പയെല്ലാം ആക്കുന്നുണ്ട്, അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആമി ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ ഒരു ദിവസം ആമി അവിടെ നിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ പക്ഷേ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. വൈകുന്നേരം വന്ന് കളിച്ച് ഫുഡെല്ലാം കഴിച്ച് നന്ദുവിൻ്റെ കൂടെ വീട്ടിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പം അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കണമെന്ന്, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവരെല്ലാവരും ഫുഡ് കഴിച്ചു. അതിന് ശേഷം ഞാനും അമ്മയും പ്രതിയായിട്ടും ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഞാൻ ചോറൊന്നും എടുത്തിട്ടില്ല. ഞാൻ കുറച്ച് കപ്പയും ചിക്കൻ കറിയും കുറച്ച് നല്ലോണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കപ്പയും ചിക്കൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വെറുതെ പറയുന്നതല്ല, പ്രതിയായിട്ട് ഉണ്ടാക്കുന്ന ഫുഡിനെല്ലാം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മൾ 3 ആളും കൂടെ TV എല്ലാം കണ്ടുകൊണ്ട് ഫുഡ് കഴിച്ചു. മക്കളെല്ലാവരും ഫുഡ് കഴിച്ചിട്ട് അപ്പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ പ്രതിയേട്ടൻ്റെ കുക്കിംഗ് എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണേ. അതേപോലെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.